വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2025-26 കെമിസ്ട്രി 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് സെക്ഷൻ 1, ക്വസ്റ്റ്യൻ 1 to 2 ഈച്ച് ക്യാരീസ് 1 സ്കോർ. എന്താ ആദ്യത്തെ സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എവറി മാറ്റർ പോസസ് ദ ക്യാരക്ടറിസ്റ്റിക്. എല്ലാ പദാർത്ഥങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മാറ്ററിനുമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഷേപ്പ് ആൻഡ് കളർ, ബി ഷേപ്പ് ആൻഡ് വോളിയം, സി മാസ് ആൻഡ് വോളിയം, ഡി മാസ് ആൻഡ് ഓർഡർ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മാസ് ആൻഡ് വോളിയം. എവരി മാറ്റർ പോസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് മാസ് ആൻഡ് വോളിയം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ എലമെന്റ് നെയിം നെപ്റ്റ്യൂണിയം ഈസ് ഡിറൈവ്ഡ് ഫ്രം. നെപ്റ്റ്യൂണിയം എന്ന എലമെന്റ് എന്തിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്? നെയിം ഓഫ് എ കൺട്രി, നെയിം ഓഫ് എ സയന്റിസ്റ്റ്, നെയിം ഓഫ് എ കളർ, നെയിം ഓഫ് എ പ്ലാനറ്റ്. ഏതാണ്? നെയിം ഓഫ് എ പ്ലാനറ്റ്. ഒരു ഗ്രഹത്തിന്റെ പേരാണ് അല്ലേ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നെയിം ഓഫ് എ പ്ലാനറ്റ് ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ, 3 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ എൻഡോതെർമിക് റിയാക്ഷൻ. എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഉത്തരം? ഇഫ് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എൻഡോതെർമിക്. അപ്പൊ എക്സോതെർമിക് എന്താണ്? ലിബറേറ്റ് ചെയ്യുക അല്ലെ, ഹീറ്റ് എനർജിയോ ലൈറ്റ് അല്ലെ ലിബറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സോതെർമിക്. അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഗ്യാസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ഇൻ ഡ്രൈ സെൽ. ഡ്രൈ സെല്ലിൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്താ ചെയ്യാണ്? കെമിക്കൽ എനർജിയുമായി കൺവേർട്ട് ചെയ്യാണ് അല്ലേ. ഡ്രൈ സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് സിങ്ക് വെസൽ ആക്ട് ആസ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ഡ്രൈ സെൽ. സിങ്ക് വെസൽ എന്തായിട്ടാണ്? നെഗറ്റീവ് ടെർമിനൽ ആണ്. ഡ്രൈ സെല്ലിന് നെഗറ്റീവ് ടെർമിനൽ ആയിട്ടാണ് സിങ്ക് വെസൽ ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട സബ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് റോങ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, രണ്ടാമത്തെ തെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ് ആൻഡ് 2 ഈസ് കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ്ങും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റും ആണെന്നാണ്. സി തന്നിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. രണ്ടും തെറ്റാണെന്നാണ് തന്നിരിക്കുന്നത്. ഡി തന്നിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഡി പറഞ്ഞിരിക്കുന്നത് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്നാണ്. നമുക്ക് നോക്കാം, ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത്? ഡ്രൈ സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വന്നിരിക്കുന്നത് സിങ്ക് വെസല് ഡ്രൈ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ശരി? ഓപ്ഷൻ ബി ആയിരിക്കും ശരി. കാരണം സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്, സെക്കൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ.
നമ്മൾ മോളിൽ പറഞ്ഞ പോലെ എൻഡോതെർമിക് റിയാക്ഷൻ ചോദിച്ച പോലെ തന്നെയാണ് എന്ത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ എന്തായിരിക്കും? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ എൻഡോതെർമിക്കും പഠിച്ചു, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസും പഠിച്ചു. ഇനി 5th ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എക്സെട്രാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഒരു പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളാണ്, സ്റ്റേറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ? ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഹൗ ദ മോളിക്കുലർ മൂവ്മെന്റ്സ് ആൻഡ് അട്രാക്ഷൻ. ഇതിൻ്റെ മോളിക്കുലർ മൂവ്മെന്റ്സും അട്രാക്ഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സോളിഡ് എന്ന് പറയുമ്പോൾ എല്ലാം എങ്ങനെയായിരിക്കും? തൊട്ടടുത്തടുത്തടുത്ത് തമ്മിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവർക്കുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുപോലെ അട്രാക്ഷൻ കൂടുതലായിരിക്കും, തൊട്ടടുത്താണ് ഇരിക്കുന്നത് അല്ലേ? അതേസമയം ലിക്വിഡിൽ എങ്ങനെയാണ്? കുറച്ചുകൂടി അകലം ഉണ്ടാവും അല്ലേ? അപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക? അവർക്ക് മൂവ് ചെയ്യാം. പക്ഷെ അട്രാക്ഷൻ കുറച്ചൊന്ന് കുറയും. സോളിൻ്റെ അത്രയും അട്രാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ? നല്ല അകലം ഉണ്ടാവും. അപ്പോൾ മോളിക്കുലർ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആയിരിക്കും, അട്രാക്ഷൻ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലേ? ദൂരെയാണ് ഇരിക്കുന്നത്, അപ്പോൾ അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ അതെങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. സോളിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോളിഡിൽ മോളിക്കുലർ മൂവ്മെൻറ്റ് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് മൂവ്മെൻറ്റ് കുറവായിരിക്കും. ബട്ട് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആർ മോർ. അട്രാക്ഷൻ അവർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇൻ ലിക്വിഡ് മോളിക്യൂളിൽ എങ്ങനെയായിരിക്കും? ലിക്വിഡ് മോളിക്കുലർ മൂവ്മെൻറ്റ്സ് ആർ മോർ ആൻഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആർ ലെസ്. മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സോളിഡിനേക്കാളും മൂവ്മെൻറ്റ്സ് കൂടുതലായിരിക്കും ആർക്ക്? ലിക്വിഡിന്. സോളിഡിനേക്കാളും മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും, പക്ഷെ അട്രാക്ഷൻ കുറച്ചൊന്ന് കുറയും. ഇനി ഗ്യാസസിൽ എങ്ങനെയാണ്? ഗ്യാസസിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇൻ ഗ്യാസസ് മോളിക്കുലർ മൂവ്മെൻറ്റ്സ് ആർ എന്തായിരിക്കും? മോർ ആയിരിക്കും. ആൻഡ് അട്രാക്ഷൻ ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആർ ലെസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും മൂവ്മെൻറ്റ്സും അട്രാക്ഷനും തന്നിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്കിവിടെ സോളിഡും ലിക്വിഡും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഗ്യാസും കൂടെ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഹൗ ക്യാൻ യു കൺവേർട്ട് ഗ്യാസ് ഇൻ ടു ലിക്വിഡ്. എങ്ങനെയാണ് നമുക്ക് ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാൻ കഴിയുന്നത്? ഹൗ ക്യാൻ യു കൺവേർട്ട് എ ഗ്യാസ് ഇൻ ടു ലിക്വിഡ്. എങ്ങനെയാണ് മാറ്റാൻ കഴിയുന്നത്? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗ്യാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്സ് ബൈ കൂളിംഗ് അല്ലേ? കൂള് ചെയ്താൽ മതി, തണുപ്പിച്ചാൽ മതി അല്ലേ? ഗ്യാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്സ് ബൈ കൂളിംഗ്. നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കുമ്പോൾ നീരാവി മുകളിൽ പാത്രം അടച്ചു വെച്ച പാത്രത്തിൻ്റെ മുകളിൽ വെള്ളത്തുള്ളികൾ അല്ലേ നീരാവി വന്നിരിക്കുന്നത് കാണാം. കൂളാകുമ്പോൾ ലിക്വിഡായിട്ടത് മാറിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് സം സബ്സ്റ്റൻസ് ക്യാൻ എക്സിബിറ്റ് സബ്ലിമേഷൻ. ചില സബ്സ്റ്റൻസ് സബ്ലിമേഷൻ എന്ന പ്രോസസ്സാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് സബ്ലിമേഷൻ? എന്താണ് സബ്ലിമേഷൻ? നെയിം 2 സബ്സ്റ്റൻസ് ഷോയിങ് ദിസ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി, അതായത് സബ്ലിമേഷൻ എന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന 2 സബ്സ്റ്റൻസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് സബ്ലിമേഷൻ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എ സോളിഡ് സബ്സ്റ്റൻസ് വെൻ ഹീറ്റഡ് ഡയറക്ട്ലി ചേഞ്ച് ടു ഗ്യാസസ്. സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഡയറക്ട്ലി എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. സോളിഡ് ലിക്വിഡ് ഒന്നും ആവാതെ ഡയറക്റ്റ് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് വെൻ ഹീറ്റഡ്, സോളിഡ് സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ചേഞ്ച് ടു ഗ്യാസ്, ഡയറക്റ്റ് അത് ഗ്യാസായി മാറുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ക്യാംഫറും നാഫ്തലിനും. രണ്ടും സോളിഡാണ്, അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ക്യാംഫറും നാഫ്തലിനുമാണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് സബ്ലിമേഷൻ? സോളിഡ് സബ്സ്റ്റൻസ് വെൻ ഹീറ്റഡ് ഡയറക്ട്ലി ചേഞ്ച് ടു ഗ്യാസസ്, ദിസ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്സിജൻ, കാർബൺ, വാട്ടർ, ഹൈഡ്രജൻ, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഓഡ് വൺ ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്സിജൻ തന്നിട്ടുണ്ട്, കാർബൺ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. ഏതാണ്
വാട്ടറാണ്. എന്താണ് ഗിവ് റീസൺ ഫോർ ദ ആൻസർ, എന്തായിരിക്കും അതിന് റീസൺ എന്നാണ്. ഓക്സിജൻ കാർബൺ എന്നൊക്കെ പറയുന്നത് എന്താണ്, എലമെൻസ് ആണ് അല്ലേ. നമ്മുടെ പീരിയോഡിക് ടേബിളിലൊക്കെ കാണുന്ന എലമെൻസ് ആണ് ബാക്കി ഉള്ളത്, കാർബണും ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ. പക്ഷെ വാട്ടർ എന്ന് പറയുന്നത് ഇസ് എ കോമ്പൗണ്ട്, അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ഉണ്ടാകുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ. രണ്ട് എലമെന്റ്സ് കൂടി ചേർന്നുണ്ടാകുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ. ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്, രണ്ട് എലമെന്റ്സ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് കോമ്പൗണ്ട്. പക്ഷെ ബാക്കിയെല്ലാം തനിക്ക് നിൽക്കുന്ന എലമെന്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. Give the difference between 2H2H and H2H2. 2H2. Give the difference between 2H2 and H2. 2H2ഉം H2ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2H എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു സെപ്പറേറ്റ് H ആറ്റംസ് ആണ് അല്ലേ, രണ്ട് സെപ്പറേറ്റ് H ആറ്റംസ് ആണ്. H2 മീൻസ് 2 H ആറ്റംസ് ഇൻ കോമ്പിനേഷൻ ആസ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ പോലെ എന്താണ്, രണ്ട് H ആറ്റംസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, H2. അത് മോളിക്യൂളാണ് അല്ലേ H2 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 2NH3? 2NH3യിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2NH3യിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത്, ഈ 2 Nനും ബാധകമാണ് Hനും ബാധകമാണ് കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു N എത്ര എണ്ണം ഉണ്ട്, ഒരെണ്ണം ഉള്ളൂ അല്ലേ. 2 ഇൻറ്റു 2NH3 എന്നാണ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കിടക്കുന്നതായതുകൊണ്ട് ഇത് Nനും ഇത് വേണം, Hനും നമ്മൾ ചേർക്കണം. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് Hന് 2 അല്ലേ, 2 ഇൻറ്റു താഴെയുള്ള 3, 2 ഇൻറ്റു 3. അപ്പോൾ 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു 3 6. അപ്പോൾ എത്ര കിട്ടും, 8. അപ്പോൾ ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 2NH3? 8 ആറ്റംസ് അല്ലേ. 8th ക്വസ്റ്റ്യൻ, earlier attempts in the classification of the elements are important. A ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, what was Dobrunner attempt on this? എന്തായിരുന്നു ഡോബ്രനർ അറ്റംപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് നോക്കാം നമുക്ക്. Dobrunner classified elements of similar properties into group of 3 or triads. എലമെൻസിന് എങ്ങനെയാണ്, സിമിലർ പ്രോപ്പർട്ടീസ് ഇൻറ്റു ഗ്രൂപ്പ് ഓഫ് 3 അല്ലേ. 3 സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള 3 ഗ്രൂപ്പായിട്ട്, അതിനെയാണ് ട്രയാഡ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ദ ലോ ഓഫ് ഒക്ടാവ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. എന്താണ് ലോ ഓഫ് ഒക്ടാവ്സ് എന്ന് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, വെൻ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. എലമെൻറ്റ്സിനെ അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. മാത്രമല്ല പ്രോപ്പർട്ടീസ് ഓഫ് ഈച്ച് 8th എലമെൻറ്റ്സ് ഈസ് എ റിപ്പീറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ്. ഓരോ 8th എലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും. ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് കോൾഡ് ലോ ഓഫ് ഒക്ടാവ്സ്. ഈ ക്ലാസിഫിക്കേഷനെയാണ് ലോ ഓഫ് ഒക്ടാവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബി പാർട്ടിൽ ബി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. നൗ ഡേയ്സ് വി യൂസ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ ബേസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ബേസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേതാണ്, അറ്റോമിക് മാസാണ് അല്ലേ. അറ്റോമിക് മാസാണ് അതിൽ ബേസിസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, അറ്റോമിക് മാസ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റും സെക്കൻഡും എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എലമെൻറ്റ് ഹൈഡ്രജൻ, സെക്കൻഡ് എലമെൻറ്റ് ഹീലിയം. ഹൈഡ്രജനും ഹീലിയവും ആണ്. നെക്സ്റ്റ് സെക്ഷൻ 3ലെ ക്വസ്റ്റ്യൻസ് ആണ്. 9th ക്വസ്റ്റ്യൻ, ബിലോ ഇസ് ദ ഇൻകംപ്ലീറ്റ് പിക്ചറൈസേഷൻ ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് അൻ അയൺ റിംഗ് വിത്ത് കോപ്പർ. താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ പിക്ചറൈസേഷൻ ആണ്. കോപ്പി ദ ഫിഗർ ആൻഡ് ഷോ ദ കറക്റ്റ് കണക്ഷൻസ് ഓഫ് ബാറ്ററി.
ഇവിടെ ബാറ്ററിയുടെ കറക്റ്റ് കണക്ഷൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ എക്സ് എന്താണെന്നും അടയാളപ്പെടുത്തണം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ പ്ലേറ്റ് ആണ് അല്ലേ? നമ്മൾ കോപ്പർ അയൺ റിങ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ എന്താണുള്ളത്? കോപ്പറാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് കോപ്പർ പ്ലേറ്റ് എന്നാണ്. അപ്പോൾ അത് ബാറ്ററിയുടെ കണക്ഷൻസ് വരയ്ക്കുമ്പോൾ ദാ ഇങ്ങനെ വേണം നമ്മൾ വരയ്ക്കേണ്ടത്. അങ്ങനെയാണ് ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് വരയ്ക്കേണ്ടത്. ഇനി അതിൻ്റെ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. സിൽവർ ഈസ് ടു ബി ഇലക്ട്രോപ്ലേറ്റഡ് ഓൺ എ കോപ്പർ സ്പൂൺ. സിൽവർ ഒരു കോപ്പർ സ്പൂണിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ടു വിച്ച്, ബി ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ടു വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ദ കോപ്പർ സ്പൂൺ ടു ബി കണക്റ്റഡ്? ബാറ്ററിയുടെ ഏത് ടെർമിനലാണ് കോപ്പർ സ്പൂണുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്? ടു വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി? ഈ രണ്ടും നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? കോട്ടിംഗ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഒരു മെറ്റൽ മറ്റൊരു മെറ്റലിൻ്റെ മേലെ കോട്ട് ചെയ്യുന്നതിന് അല്ലേ? ഒരു മെറ്റൽ മറ്റൊരു മെറ്റലിൻ്റെ മേലെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റോൾഡ് ഗോൾഡ് ആഭരണങ്ങളൊക്കെ അത്തരം ഉള്ളതാണ് അല്ലേ? പിന്നെ അല്ലാതെ ഗോൾഡും. പിന്നെ നമുക്ക് നോക്കാം, ഏത് ടെർമിനലായിരിക്കും സ്പൂണിൽ കണക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് ടെർമിനലാണ്. ഏതാണ്? നെഗറ്റീവ് ടെർമിനലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് ദ സൊല്യൂഷൻ യൂസ്ഡ് ഫോർ ദിസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ്? മിക്സർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ. എന്തിൻ്റെ മിക്സറാണ്? സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ. മിക്സർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് അത് രണ്ടുമാണ്. പിന്നെ 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, മെന്റലീസ് പീരിയോഡിക് ടേബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്റ്റേറ്റ് ദ മെന്റലീസ് മെന്റലിന്റെ പീരിയോഡിക്കിലോ സ്റ്റേറ്റ് ചെയ്യാനും. ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, റൈറ്റ് വൺ മെറിറ്റ് ആൻഡ് വൺ ലിമിറ്റേഷൻ ഓഫ് മെന്റലി പീരിയോഡിക് ടേബിൾ. മെന്റലി പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മെറിറ്റും ഒരു ഡിമെറിറ്റും ലിമിറ്റേഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.